മുരളീധരൻ എന്നും കണ്ണീരും കിനാവും മാത്രം. അതിപ്പോ തെരഞ്ഞെടുപ്പിന് മുമ്പായാലും ശരി, തെരഞ്ഞെടുപ്പിന് ശേഷമായാലും ശരി, ആ പാവത്തിന് സങ്കടങ്ങൾ ഒഴിഞ്ഞ് നേരില്ലല്ലോ. ഇനി പൊതുപ്രവർത്തനത്തിന് പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടല്ലേ പെട്ടിങ്ങിടക്കെടുത്ത് മൂപ്പര് തൃശ്ശൂർ വിട്ടത്. തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും തൃശ്ശൂരിലെ കോൺഗ്രസ് എങ്ങനെ, അതാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. അതിനു മുന്നേ പ്രതാപേട്ടന് എന്തോ പറയാനുണ്ടെന്ന്. എലക്ഷൻ കഴിഞ്ഞിട്ട് 24 ഈ ക്ലിപ്പ് പ്രത്യേകം പ്ലേ ചെയ്യണമെന്ന് പ്രതാപേട്ടൻ അന്നേ ഓർമ്മിപ്പിച്ചതാ. ഞാൻ മത്സരിച്ചാലും ഞാൻ തൃശ്ശൂർ ജയിക്കും. എന്നേക്കാൾ മികച്ച ജയം കെ മുരളീധരൻ ജയിക്കും തൃശ്ശൂർ. ഒരു സംശയം വേണ്ട. നിങ്ങൾ കാത്തിരുന്നു 24 ഈ ക്ലിപ്പിംഗ്സ് എടുത്തു വെച്ചോ. എന്നിട്ട് കൗണ്ടിങ് കഴിഞ്ഞ് അന്ന് ഈ ക്ലിപ്പിംഗ്സ് ഒന്ന് കാണിച്ചേക്ക്. അപ്പൊ എങ്ങനെയാ പ്രതാപേട്ട കാര്യങ്ങള്? ഇതിന്റെ തുടക്കത്തില് പ്രതാപേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മത്സരിച്ചാലും തൃശ്ശൂർ ജയിക്കുന്നു. അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? സത്യം പറഞ്ഞാല് എനിക്ക് എന്റെ സഹോദരനോട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഏട്ടനല്ലേ, ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ കൊണ്ടിടുമ്പോഴേ കാണുമ്പോ ഒരു സങ്കടം. കാരണം എന്നെ ഇലക്ഷന് തോൽപ്പിച്ച താപ്പാനകൾ അപ്പുറം ഇപ്പുറം നിൽക്കണതേ. പത്മജാജി അന്നേ മുരളീധരനോട് പറഞ്ഞതാ അവിടെ സേഫ് അല്ല, അവിടെ സേഫ് അല്ല എന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ച സമയത്ത് എന്തായിരുന്നു? മുരളീധരനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, സ്നേഹം വഴിഞ്ഞൊഴുകായിരുന്നില്ലേ? രാഷ്ട്രീയത്തിൽ ചില ചൂടുവെപ്പുകളൊക്കെ ഉണ്ട്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കും. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ നിൽക്കണം. എല്ലായിടത്തും സിറ്റിംഗ് സീറ്റ് MP-മാര് തന്നെ മത്സരിക്കണം എന്നല്ലേ കോൺഗ്രസ് ആദ്യം പറഞ്ഞത്. പിന്നീട് ആ തീരുമാനം മാറിയെങ്കിലും തൃശ്ശൂര് വേറൊരാളുടെ പേരും ആരും പറഞ്ഞില്ല. അവിടെ സ്ഥാനാർത്ഥി താൻ തന്നെയായിരിക്കുന്നു പ്രതാപേട്ടൻ അങ്ങോട്ട് മനസ്സിലുറപ്പിച്ചില്ലേ? ആ പാവം തോരൻ ചുവരെഴുതി TN പ്രതാപനെ വിജയിപ്പിക്കാന്ന്. എന്നിട്ട് എന്തായി? മൂപ്പരെ കൊണ്ട് തന്നെ അത് മുഴുവനും വായിപ്പിച്ചില്ലേ? ഒന്നേ പ്രതാപേട്ടൻ മനസ്സിലുറപ്പിച്ചതാ പലതും. പണി വരുന്നുണ്ടവറാച്ച. എല്ലാരും ചുമ്മാ ആരോപണം ഉന്നയിക്കുന്നതായിരിക്കുമല്ലോ. പ്രതാപേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി ഇതുപോലെ മുരളീധരേട്ടന്റെ വിയർപ്പ് തുടച്ചു കൂടെ നിൽക്കുമായിരുന്നോ? അല്ലെങ്കിൽ മുരളീധരേട്ടൻ ജയിക്കുന്ന നാഴികയ്ക്ക് 40 വട്ടം ഇങ്ങനെ പറയുമായിരുന്നോ? ഞാൻ മത്സരിച്ചാലും ഞാൻ തൃശ്ശൂർ ജയിക്കും. എന്നേക്കാൾ മികച്ച ജയം കെ മുരളീധരൻ ജയിക്കും തൃശ്ശൂർ. ഒരു സംശയം വേണ്ട. അതെ, പ്രതാപേട്ടന്റെയും ടീമിന്റെയും ആ ഒരു ഹാർഡ് വർക്ക് നമ്മൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോ കണ്ടല്ലോ. ജയിച്ചില്ല എന്ന് മാത്രല്ല, അതിദയനീയമായി 3ാം സ്ഥാനത്തേക്ക് തള്ളിയിട്ടില്ലേ പാവത്തിന്. ഏതായാലും അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയമാണ്. സ്വാഭാവികമായിട്ടും UDFന് കിട്ടേണ്ട മൈനോറിറ്റി വോട്ടുകളിൽ വിള്ളലുണ്ടായപ്പോൾ 3ാം സ്ഥാനത്തേക്ക് പോയി. പെങ്ങള് BJP-യിലേക്ക് പോയപ്പോ മാസമായിട്ട് തൃശ്ശൂർ വന്നു മത്സരിച്ച് ജയിക്കാന്ന് വിചാരിച്ചായിരുന്നു. എന്നിട്ട് എന്തായി? പത്മജാജിക്ക് ട്രോളാനുള്ള ഒരു ടൂളായില്ലേ ഞങ്ങളുടെ മുരളീധരേട്ടൻ. പിന്നെ അദ്ദേഹത്തിനൊരു വേദന ഉണ്ടാവും. സ്വന്തം നാട്ടിൽ വന്നിട്ട് തോൽപ്പിക്കുക വെച്ചാൽ ഒരു മാന്യായിട്ട് തോൽപ്പിക്കണ്ടേ? ഇതെന്തൊരു തോൽവിയാ തോൽപ്പിക്കണേ? 3ാമത്തെ ഇലയ്ക്ക് ഇട്ടതാ. പത്മജാജിക്ക് എന്തും പറയാലോ, എല്ലാം കേട്ട് നിൽക്കാൻ നമ്മുടെ മുരളീധരേട്ടന്റെ വിധി. ഇതിപ്പോ പത്മജാജിയുടെ ആരോപണം മാത്രമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. തൃശ്ശൂർ DCC ഓഫീസിന്റെ മുന്നിലൊക്കെ എന്തായിരുന്നു പോസ്റ്ററുകള്? സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം പാർട്ടിക്കുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഇങ്ങനൊരു സാഹചര്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നതൊരു കോട്ടം തന്നെയാണ്. എത്ര നിഷ്കളങ്കായിട്ടാണ് പാർട്ടി പറഞ്ഞ കാര്യം മുരളീധരേട്ടനെ ഏറ്റെടുത്തത്. എന്നിട്ട് എല്ലാരും കൂടി നൈസായിട്ട് മുരളീധരേട്ടനെ ഒതുക്കിയില്ലേ? മുരളീധരേട്ടന്റെ തോൽവിക്ക് പിന്നില് പാർട്ടിക്ക് അകത്ത് ചിലരുടെ വാശി കാരണമാണെന്ന് പാർട്ടിക്ക് അകത്ത് തന്നെ ടോക്ക് ഉണ്ട്. ഇനിയിപ്പൊ എന്തിട്ട് പറഞ്ഞിട്ട് എന്തിന്റെ കാര്യം? തൃശ്ശൂരെടുത്ത് പത്മജാജിയുടെ മുന്നിൽ കൂടെ സ്ലോ മോഷനിൽ വന്ന് ഷോ കാണിക്കാന്ന് വിചാരിച്ചിട്ട് പാവത്തിന് എവിടെ നോക്കിയാ പണി കിട്ടിയത്? ഞാൻ മത്സരിച്ചാലും ഞാൻ തൃശ്ശൂർ ജയിക്കും. എന്നേക്കാൾ മികച്ച ജയം കെ മുരളീധരൻ ജയിക്കും തൃശ്ശൂർ. ഒരു സംശയം വേണ്ട. ഇവിടുത്തെ പലരുടെ ഇഷ്ടം പോലെ തന്നെ മുരളീധരേട്ടൻ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. അന്ന് തന്നെ പെട്ടിങ്ങടക്കെടുത്ത് തൃശ്ശൂർ വിടുകയും ചെയ്തു. ഇനിയൊരു മത്സരത്തിന് തൽക്കാലം ആലോചനയില്ല. കാരണം മത്സരിക്കാനുള്ളൊരു മൂഡ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തൽക്കാലം പൊതുരംഗത്ത് തന്നെ തൽക്കാലം ഒന്ന് വിട്ടുനിൽക്കും. ഇവിടെ നിന്ന് ഭ്രാന്തായി പോവും. മുന്നില് ഒരു വെട്ടം കണ്ടിരുന്നു. ഇനി മത്സരിക്കാനും ഇല്ല, പൊതുപ്രവർത്തനത്തിനും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ പാവം പോയത്. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവുന്ന തോന്നണില്ലേ ഉണ്ണിയെ? മുരളീധരേട്ടന്റെ സങ്കടത്തില് എന്തായാലും നേതാക്കളൊക്കെ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. പാവത്തിന് എല്ലാരും കൂടി ചുറ്റും നിന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ സജീവമായി തന്നെ രാഷ്ട്രീയത്തിൽ നിൽക്കുകയും
ഒരുപാട് റോള് ഇനി എടുക്കുകയും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. മുരളീധരൻ കരുണാകരന്റെ മകൻ എങ്ങോട്ടും വിറ്റാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോ പിന്നെ തൃശ്ശൂർ ഒരു തോൽവിയുണ്ട് വന്നു എന്ന് വിചാരിച്ചത് വലിയ ഒരു സംഭവമൊന്നുമല്ല. പക്ഷെ അത് അവർ പരിശോധിക്കേണ്ട കാര്യമാണ്. ഒരു ഫൈറ്റർക്ക് ജയമുണ്ടാവും, തോൽവി ഉണ്ടാവും. അത് തന്നെ, തൃശ്ശൂരിലെ തോൽവിയൊക്കെ എന്ത്, അതൊന്നും വലിയ കാര്യമില്ലെന്നേ. സാരില്ലേ മുരളീധരേട്ടാ, എല്ലാത്തിനും ഫിറ്റാണ് അദ്ദേഹം. ഹി ഈസ് ഫിറ്റ് ഫോർ എവറി പോസ്റ്റ്. വി പ്രൗഡ് ഓഫ് മിസ്റ്റർ മുരളീധരൻ. ഏത് പോസ്റ്റ് കൊടുത്താലും മുരളി ആ പോസ്റ്റ് ഭംഗിയായി കൊണ്ടു നടക്കും, ഞങ്ങളെ വിശ്വാസമാണ്. അതും കൊടുക്കും വേണ്ടി വന്നാൽ ഒരു തർക്കവും ഇല്ല. എന്താ മുരളിക്ക് KPCC പ്രസിഡന്റ് ആയിക്കൂടെ? നേരത്തെ ആയിട്ടില്ലേ? KPCC പ്രസിഡന്റ് സ്ഥാനം വരെ കൊടുക്കാൻ റെഡിയാണെന്നാണ് സുധാകരൻജി പറയണത്. സുധാകരൻജിക്ക് സ്ഥാനമാനങ്ങളോട് ആഗ്രഹമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്. സുധാകരൻജി ഒരു വിശാല മനസ്കൻ തന്നെ. എന്തായാലും മുരളീധരേട്ടൻ പിണങ്ങിപ്പോയത് കോൺഗ്രസിന് ആകെ ഒരു ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. 18 സീറ്റിൽ ജയിച്ചിട്ടും തൃശ്ശൂരിലെ പരാജയം അവർക്ക് വലിയൊരു പണിയായിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും മുരളീധരേട്ടനെ അനുനയിപ്പിക്കാനുള്ള പെടാപ്പാടിലാണ്. മുരളീധരേട്ടന്റെ വീട്ടിൽ കയറി ഇറങ്ങാണ് നമ്മുടെ നേതാക്കള്. എന്ത് പറഞ്ഞാലും അതെല്ലാം ദിപ്പ ശരിയാക്കി തരാന്ന് പറഞ്ഞ് വശീകരിക്കുകയാണ് നേതാക്കള്. പട്ടണത്തിലെ കൊട്ടകയിൽ സിൽമ കാട്ടിത്തറാം, കൊണ്ടുവന്നു തരാം, നല്ല സ്നേഹം കാട്ടിത്തറാം തറാം. ഒന്നിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് മൊത്തത്തോടെ തൂത്തുവാരുന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചില്ലെങ്കിൽ ചിലർക്ക് ഒരു സുഖം ഉണ്ടാവില്ല. ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പേരും ഐക്യമില്ലാത്ത കുറെ നേതാക്കളും. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇന്ന് നാളെ കാണാം. നന്ദി, നമസ്കാരം.